ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയുടെയും ഭീകരവാദത്തോടുള്ള അസഹിഷ്ണുതയുടെയും ഒരു ദൃഢപ്രതിജ്ഞയായിരുന്നു. ഈ സൈനിക നീക്കം കേവലം ഒരു തിരിച്ചടി എന്നതിലുപരി പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഏതൊരു ഭീകര പ്രവർത്തനത്തിനും ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശം നൽകി. 2025 ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണം ഇന്ത്യയെ നടുക്കി. നിരപരാധികളായ 26 പേരുടെ ജീവൻ കവർന്നെടുത്ത ആ ദുരന്തം രാജ്യമെങ്ങും കടുത്ത രോഷമുണർത്തി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭീകര സംഘടനകൾ മുന്നോട്ട് വന്നെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ പിന്തുണയും ഒളിത്താവളങ്ങളും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വ്യക്തമായിരുന്നു. ഇത്തരം സംഭവങ്ങൾക്ക് ശക്തമായ മറുപടി നൽകേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ആത്മവിശ്വാസത്തിനും അനിവാര്യമായിരുന്നു. ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ ഈ രഹസ്യ സൈനിക നടപടിക്കായി തയ്യാറെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഈ ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരവാദികളെയും അവരുടെ ഒളിത്താവളങ്ങളെയും തകർക്കുക, ഭീകരവാദ ശൃംഖലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, പാകിസ്ഥാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു താക്കീത് നൽകുക എന്നിവയായിരുന്നു. ആഴത്തിലുള്ള ആസൂത്രണവും സൂക്ഷ്മമായ വിവരശേഖരണവും ഈ ഓപ്പറേഷന്റെ വിജയത്തിന് നിർണായകമായി. പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാബ് ഡാറിന്റെ സമീപകാല വെളിപ്പെടുത്തലുകൾ ഈ ഓപ്പറേഷന്റെ വ്യാപ്തിയും സ്വാധീനവും കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത പാകിസ്ഥാനെ എത്രത്തോളം ഞെട്ടിച്ചു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്.